നിങ്ങൾക്കറിയുന്ന പോലെ യുക്രൈൻ, ഇസ്രയേൽ, പാലസ്തീൻ യുദ്ധക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരുപക്ഷെ ഈ മനുഷ്യ ദുഃഖത്തോടും മനുഷ്യരുടെ ജീവിതത്തോടും അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും അവസാനം വന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അതുപോലെ യുക്രൈനിലും അതുപോലെ ഈ ഗസയിലും ദുരിതം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഈ യുദ്ധക്കളങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണീർ വീഴുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ് ആൻഡ് മെറി ക്രിസ്മസ്. ജെയിംസിനും കുടുംബത്തിനും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും കുടുംബമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ആശംസകൾ നേരാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ചരിത്രത്തിന് മുന്നേ നടക്കുന്ന ഒരാളെന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. SK പറഞ്ഞത് വളരെ ശരിയാണ്. മുൻപേ പറക്കുന്ന പക്ഷി എന്നൊക്കെ പറയാറുണ്ട്, ഏതാണ്ട് അതുപോലെ തന്നെയാണ് SK ഇപ്പോൾ പറഞ്ഞത്. ഈ ചരിത്രത്തിന് മുൻപേ നടക്കുന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് പലപ്പോഴും നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വ്യക്തിയേക്കാൾ ചില സ്ഥാനങ്ങളിലെത്തുമ്പോൾ അവർ പറയുന്ന വാക്കുകൾക്ക് ലോകം വലിയ ചെവി കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത്. ഇത്തവണ മാർപ്പാപ്പ നടത്തിയിരിക്കുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഗസയിലും അതുപോലെ ഉക്രൈനിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും ദുരിതം അനുഭവിക്കുമ്പോൾ, പതിനായിരങ്ങൾ കൊല്ലപ്പെടുമ്പോൾ എന്ത് ക്രിസ്മസ് ആഘോഷമാണ് നമുക്ക്? ക്രിസ്മസ് ആഘോഷിക്കാതെ ആ പണം ഈ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ഇത്രയും ദുരിതം അനുഭവിക്കുന്നവരെ, പീഡ അനുഭവിക്കുന്നവർക്ക് കൊടുത്തുവിടൂ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതൊരു വല്ലാത്തൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ്. എന്ന് മാത്രമല്ല, യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേമിൽ SK നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇതാദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷമില്ല. അവിടെ ക്രിസ്മസ് വിളക്കുകളില്ല, അതിപ്പോൾ നക്ഷത്രങ്ങൾ തൂക്കുന്നില്ല, ആഘോഷമായ പാട്ടുകുർബാനകളില്ല, ആഘോഷമില്ല. യേശുക്രിസ്തു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തു ജനിച്ച സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. ഗസയിലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഒക്കെ അതിനൊക്കെ അടുത്ത് കിടക്കുന്ന ബെത്ലഹേം, ആ ബെത്ലഹത്തിൽ ഉണ്ണി പിറക്കുന്നില്ല എന്ന രീതിയിൽ ഇത് പറയുമ്പോൾ അത് മനുഷ്യ ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് തന്നെ കാണേണ്ടി വരും. SK ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരുപക്ഷെ നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം മാർപ്പാപ്പ നൽകിയിരിക്കുന്നു. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും അതിൻ്റെ യേശുക്രിസ്തു ൻ്റെ സ്ഥലത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. SK ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഓഗസ്റ്റ് 15 എല്ലായിടത്തും ആഘോഷം നടക്കുമ്പോൾ ഗാന്ധിജി നൗക്കലിയിൽ ഒരു ആഘോഷവുമില്ലാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു വർഗീയ കലാപത്തിൻ്റെ പേരിൽ. അപ്പോൾ ഒരുപക്ഷെ മാർപ്പാപ്പ ഏതാണ്ട് ഗാന്ധിജി പറഞ്ഞ അതേ സന്ദേശമാണ്, ആഘോഷങ്ങളില്ല എന്നുള്ളൊരു പ്രഖ്യാപനം, ലോകത്തോടുള്ള പ്രഖ്യാപനമാണ്. അദ്ദേഹത്തിൻ്റെ സങ്കടവും ദുഃഖവും ലോകത്തോട്. കാരണം യേശുക്രിസ്തു ജനിച്ചത് അഭയാർത്ഥിയായിട്ടാണ്. ഒരു സ്ഥലത്തും വീട് കിട്ടാതെ വന്നപ്പോൾ പുൽത്തൊഴുത്തിലാണ് മറിയവും ഔസേപ്പും സ്ഥലം കണ്ടെത്തിയത്. ഒരുപക്ഷെ ഉക്രൈനിലെ 80 ലക്ഷം പേരാണ് അഭയാർത്ഥികളായി പോയത്. പലസ്തീനിലെ ഗസയിൽ നെട്ടോട്ടമോടുകയാണ് പാവപ്പെട്ട. അവർ മതവും ജാതിയൊന്നും അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീടുകളില്ലാതെ. അപ്പോൾ യേശുക്രിസ്തു പിറക്കുന്നത് ആ പ്രദേശത്താണ്. റഫീഖ് അഹമ്മദിൻ്റെ ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് SK കണ്ടാലേക്ക് ഈ റബിൾസിൻ്റെ അവശിഷ്ടങ്ങൾക്ക് നടുവിൽ യേശുക്രിസ്തു പിറക്കുന്നതായിട്ടാണ് അത് ചിത്രീകരിച്ചത്. ഒരുപക്ഷെ ഗസയിൽ കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും ക്രിസ്മസ് ദിനത്തിൽ അവിടെ ആക്രമണം നടക്കുകയാണ്. മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ആക്രമണം നടന്നത്. ഏതാണ്ട് 50-ലേറെ പേർ അവിടെ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ജബാലിയ ക്യാമ്പിനടുത്തുള്ള ആക്രമണത്തിലും വേറെ 50 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുകയാണ്. ഒരുപക്ഷെ യേശുക്രിസ്തു ദുഃഖിക്കുന്നുണ്ടാവണം. കാരണം അദ്ദേഹം യഹൂദനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതും വധിച്ചതും യഹൂദന്മാർ തന്നെയാണ്. അങ്ങനെയാണ് ക്രിസ്തുമതം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്തയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം അതാണ്. ഇപ്പോൾ ചെങ്കടലിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ചരക്ക് കപ്പലിന് നേരെ ഗാബോണിൽ ആക്രമണം ഉണ്ടായത് ജസ്റ്റ് മിസ് ചെയ്തു. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ തീരത്ത് വേറൊരു ലൈബീരിയൻ കപ്പൽ ഇന്ത്യയിലേക്ക് മംഗലൂരിലേക്ക് വരുന്ന കപ്പൽ ഇന്നലെ ആക്രമിക്കപ്പെട്ടു. അതിൽ സ്ഫോടനമുണ്ടായി. പക്ഷേ കപ്പൽ മുങ്ങിപ്പോയില്ല. 25 ജീവനക്കാർ രക്ഷപ്പെട്ടു. അപ്പോൾ അതിലെ 22 ജീവനക്കാരിൽ 21 ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ലോകം എമ്പാടും ഈ യുദ്ധം പരക്കുന്നത് സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് യേശുക്രിസ്തു ജനിച്ച ദിവസമാണെന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ ഒരുപോലെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു. SK ജെയിംസ്, ഇപ്പോൾ റഷ്യയോട് പ്രതിഷേധിച്ച യുക്രൈൻ ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷം കീവിലെ യുക്രൈൻ്റെ തലസ്ഥാനത്ത് ആഘോഷങ്ങൾ നടന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ അവിടെ യുക്രൈൻ സന്ദർശിച്ച ബൈജു കൊട്ടാരക്കര അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ മേനോനും നമുക്ക് കുറേ ദൃശ്യങ്ങൾ അയച്ചു തന്നു. അതൊക്കെ പ്രേക്ഷകരെ നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്നാലും താങ്കൾ പറയൂ യുക്രൈനിൽ നിന്നുള്ള വാർത്തകൾ. ഇതൊരു
ചരിത്രപരമായ ആഘോഷമാണ്. ഇതാദ്യമായിട്ടാണ് ഉക്രൈൻ്റെ ചരിത്രത്തിൽ ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിക്കുന്നത്. അവർ ഫോളോ ചെയ്യുന്നത് ജൂലിയൻ കലണ്ടറാണ്. റഷ്യയും ഉക്രൈനും പഴയ സോവിയറ്റ് യൂണിയനൊക്കെ ജൂലിയൻ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിരുന്നു ഉക്രൈൻ സഭയും അവിടുത്തെ ക്രൈസ്തവരും. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് ജനുവരി 7 റഷ്യയിലും ഉക്രൈനിലും ഇതുവരെ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം വരെ അതായിരുന്നു. പക്ഷേ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഉക്രൈൻ ജനതയും ഒരു പ്രഖ്യാപനം നടത്തി. റഷ്യ ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് റഷ്യൻ പാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങൾ മാറുന്നു. ജനുവരി 7 ക്രിസ്മസ് ആഘോഷത്തിന് ഞങ്ങളില്ല. ഞങ്ങൾ ലോക ജനതയോടൊപ്പം ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നു. അത് ആഘോഷം മാത്രമല്ല എസ്കേൻ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. റഷ്യയുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾ മാറുന്നുവെന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് സെലൻസ്കിയാണ് നടത്തിയത്. മതാചാര പ്രകാരമൊന്നുമല്ല. പക്ഷേ ഉക്രൈനിലെ കീവിലൊക്കെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. എന്ന് മാത്രമല്ല, അഭയാർത്ഥികളായി പോയ 80 ലക്ഷം പേരിൽ പകുതിയോളം പേര് തിരിച്ചെത്തിയെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ പേരും ഈ ക്രിസ്മസ് കാലത്ത് എല്ലാ യുദ്ധത്തിൻ്റെയും ഡ്രോൺ ആക്രമണത്തിൻ്റെയും ഒക്കെ നടുവിൽ അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് വല്ലാത്ത ഒരു സന്തോഷം പകരുന്നൊരു കാര്യമാണ് ഉക്രൈനിടയിൽ. റഷ്യ അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് സഭ. പക്ഷേ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വേറിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് സഭ ഉക്രൈൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ യുദ്ധം രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നു. പക്ഷേ ലോക ജനതയുടെ, ഇപ്പോൾ യൂറോപ്പിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. യൂറോപ്പിൽ എന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു ചെറിയ ജനത ഉക്രൈനിലുണ്ട്. അവർ ജനുവരി 7 ആഘോഷിക്കും. അപ്പോൾ രണ്ട് ആഘോഷങ്ങൾ നടക്കും. പക്ഷേ ഏതാണ്ട് 90-95% ഇന്ന് ക്രിസ്മസ് ഉക്രൈനിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസിന് എതിരെയുള്ള യുദ്ധത്തിൻ്റെ പ്രഖ്യാപനം എന്ന തുടർച്ചയായിട്ട് ഗസയിൽ ആക്രമണം നടത്തുമ്പോൾ ഇന്ന് റഷ്യ വലിയ കാര്യമായ ആക്രമണം നടത്തുന്നില്ല ഉക്രൈനിൽ എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യയ്ക്കൊരു കുറ്റബോധം ഉണ്ടായിരിക്കാം. എസ് കെ നേരത്തെ ചോദിച്ച പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർക്കാമെന്ന് വ്ളാഡിമിർ സെലൻസ്കിയോട് സിഗ്നൽ ചെയ്യുന്നു. ആ തരത്തിൽ ഉക്രൈൻ യുദ്ധത്തിന് ഒരുപക്ഷെ 2024 അന്ത്യമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളായി തിരിച്ചെത്തിയവരൊക്കെ അതാ പറഞ്ഞു, 2024 ഉക്രൈൻ യുദ്ധം അവസാനിച്ചു കാണുമെന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. SKN ഇപ്പോഴത്തെ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചൊരു കവിയുടെ 2 സെൻറ്റൻസ് കൂടി പറഞ്ഞിട്ട് നിർത്താം. പാരിൽ അലയുന്ന ദൈവത്തെ കണ്ടോ, ഒരു വറ്റ് ചോറിനു വേണ്ടി കൈനീട്ടി നിൽക്കുന്ന വിവശനാം ദൈവത്തെ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കവിയുടെ വാക്കുകൾ. ഇപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഈ വിവശനാം ദൈവത്തിൻ്റെ രൂപത്തിലാണ്. ഒരു വറ്റ് ചോറിന് വേണ്ടി കരയുന്ന ജനങ്ങൾക്ക് നടുവിലാണ് ക്രിസ്മസ് പിറക്കുന്നത്. SKN താങ്ക് യു VP ജെയിംസ്. ഒരിക്കൽ കൂടി താങ്കൾക്കും കുടുംബത്തിനും മെറി ക്രിസ്മസ്. താങ്ക് യു. ക്രിസ്മസ് ആഘോഷിക്കൂ. ഓക്കെ, താങ്ക് യു. പള്ളിയിൽ പോയോ? ഏതാ പള്ളിയിൽ പോയോ? പള്ളിയിൽ ഇന്ന് പോയിട്ടില്ല, പോകണം. ഓക്കെ, താങ്ക് യു. യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ല. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഈ വളത്തിന് നടുവിൽ, ഈ യുദ്ധത്തിന് നടുവിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ളൊരു മൂഡ് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. താങ്ക് യു VP ജെയിംസ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.